നിക്ക് വർത്താനം നോക്കുന്നുണ്ട്, നോക്കി കയറണേ. അപ്പൊ നമ്മള് അവരുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്റെ ഫസ്റ്റ് ചക്കച്ചോളയാണ് കാണിച്ചിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് ചക്കച്ചോളയാണ് ഗൈസ് ഞാൻ ഈ തിന്നോണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് വലിച്ച് പറിച്ച് തിന്നുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. അടിപൊളിയാണോ? ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോയിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. വീഡിയോയിലേക്കല്ല, നമ്മളൊരു അടിപൊളി യാത്രയിലേക്കാണ്. എന്നാടി എടുപ്പോ ഞാൻ പോയിട്ട് വന്നതാ. കണ്ണി വെട്ട പിടിച്ച് കണ്ണു പോകുന്നല്ലേ, ഓഫ് ചെയ്യാവേ. നമ്മളൊരു യാത്ര കഴിഞ്ഞ് ഒരു ലോഡ് സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് വലിച്ചിടും, താഴോട്ട് ഇടുകയുള്ളൂ. നീ വാഴയ്ക്കായി അത് മൊത്തം ചതയും. ഞാനിവിടെ പിടിക്കായിരുന്നു, പെണ്ണല്ലേ ഇരിക്കുന്നത്. ഒരു വലിയൊരു വാഴപ്പലയാണ് കഴിച്ചത്. അപ്പം ഒന്ന് പടല ഇരിഞ്ഞ് വെച്ചേക്കല്ലേ. ഒരു പുറയുണ്ട് കേട്ടോ, വലിയ പുലയും കണ്ടത്. പടല ഇരിഞ്ഞ കണ്ടോ? ഞാനിപ്പോ മൂത്ത പോലെ അടിപൊളി പോലെ ഇതേണ്ടേ കനമുള്ള സാധനം ഇതാ. എടി ആ കൊച്ചിനോട് വെച്ചിട്ട് ഇതൊന്ന് പിടിക്കാൻ കൂടി. എടി ആ തന്നെ പിടിച്ച് കൈ മമ്മി കൈ വേനുണ്ടാവും, കൈ ചതയും മമ്മി. ഓ എന്റെ പൊന്നി, ഇതോ ചക്കയിലടി, ഇത് മാങ്ങയടി. എന്ത് മാത്രമാണെന്ന് നോക്കിയാൽ 40 കിലോ ഉണ്ട്. ഒരു ചാക്ക് മാങ്ങ ചക്ക ഫ്രണ്ടിലുണ്ട്. ചക്ക, മാങ്ങ, വാഴയ്ക്ക എന്ന് വേണ്ട സകലമായ സാധനങ്ങളുമായിട്ടാണ്. നമ്മുടെ കൃഷിയാ. നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ ഒരു പണിയെടുത്തില്ല നമ്മൾ. അവരെല്ലാം പറിച്ച് മൊത്തം ചക്ക വരെ വെട്ടി. ഇത് കേട്ടോ, വെട്ടി ഈ നേരമില്ലാത്ത നേരത്ത് വെട്ടി ഇത് കണ്ടോ ചുളയാക്കി ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക. ഓ ആ അടിപൊളിയാ, അടിപൊളിയാ. ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയായിട്ടുണ്ടല്ലോ, ചക്കയും മാങ്ങയും എല്ലാം ആയിട്ട് നമ്മൾ രാത്രി തന്നെ കട്ടപ്പനയ്ക്ക് നമ്മൾ അവളുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് ചെല്ലാൻ പോകണം. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ അതെ. അപ്പൊ പിന്നെ നമ്മൾ തന്നെ തിന്നാൻ പറ്റുമോ നമുക്ക്? അവിടുന്ന് തിന്നാ. വൈകുന്നേരം തന്നെ ഞങ്ങൾ ചെല്ലുകയാണ്. ഇപ്പൊ തന്നെ ഇവര് റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? നിങ്ങൾ റെഡിയല്ലേ? അതെ, നമ്മള് ചക്ക വെച്ച് തിന്നാൻ പോകുന്നല്ലേ. അപ്പൊ പിന്നെ ചിലപ്പോ രാത്രി തന്നെ തിരിച്ചു വരും. കാരണം അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താന്ന് പറയുന്നു. എന്നാ വണ്ടിയുടെ ഈ സാധനങ്ങൾ നമുക്ക് ഞങ്ങളൊന്ന് വീതിക്കട്ടെ, വീതം വെക്കട്ടെ. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനം ഒന്ന് എടുത്തു വെക്കാം. എന്തോ അടിപൊളിയാ. എന്നാ പെണ്ണിനെ പിടിച്ചടി. വീതിച്ചിട്ട് ഞാൻ ഓൾറെഡി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ്. അന്നക്കുട്ടി നോക്കിക്കേ, ചക്കച്ചോള തിന്നുന്ന കണ്ടില്ലേ? ആദ്യമായിട്ടാന്ന് തോന്നുന്നു അന്നക്കുട്ടിയുടെ ഫസ്റ്റ് ചക്കച്ചോളയാലോ ഇത്. കഴിഞ്ഞ വർഷം നിന്നിട്ടില്ലല്ലോ, അന്ന് കുഞ്ഞിതല്ലായിരുന്നോ? അപ്പൊ ഇത് അന്നക്കുട്ടിയുടെ ആദ്യത്തെ ചക്കച്ചോളയാട്ടോ അത് ഓർത്തില്ല കേട്ടോ, ആദ്യമായിട്ടാട്ടോ അന്നക്കുട്ടിയുടെ ചക്കറിയിട്ട്. അതെ അതെ അതെ. എന്റെ ഫസ്റ്റ് ചക്കച്ചോളയാണ് കാണിച്ചിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് ചക്കച്ചോളയാണ് ഗൈസ് ഞാൻ ഈ തിന്നോണ്ടിരിക്കുന്നത്. അതിക്കൂട്ട സ്വന്തമായിട്ട് എടുത്ത് തിന്നോണ്ടിരിക്കുകയാണ്. അതിക്കൂട്ട സ്വന്തമായിട്ട് വലിച്ച് പറിച്ച് തിന്നുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. അടിപൊളിയാണോ? അപ്പൊ ഇവിടെ മാങ്ങ വീതിച്ചോണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. ഒരു 20-25 കിലോ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അത്ര ഉണ്ടാവും അല്ലേ? 25 കിലോയോളം ഉണ്ടാവും. അത്രയുണ്ട്. മൂവാണ്ടനല്ലേ ഇത്? നല്ല മൂവാണ്ടൻ മാങ്ങയാട്ടോ. ഇത് മൊത്തത്തിൽ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. ചെനച്ചതുണ്ട് കണ്ടറിയാം, ചെനച്ചതാണ്. എന്തായാലും ഞങ്ങള് കളയൂല, എന്തായാലും മൊത്തം തിന്ന് തീർക്കും.
അപ്പം അത് വീതിച്ചോണ്ടിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് കൊണ്ടുപോകണം, കുറച്ച് ഇവിടെ വെക്കണം. കാരണം എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവർ കഷ്ടപ്പെട്ടു പോകും. അതെ അതെ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വാഴയ്ക്ക വീതിക്കാൻ വേണ്ടിയിട്ട്. ചക്ക പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഉരുണ്ട് പോലെ അത് കെട്ടി വെക്കണേ, വണ്ടിക്കകത്ത് ഉരുണ്ട് വീഴും. പിന്നെ അടിയിൽ ചീഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഉരുണ്ട് പോയാൽ. അയ്യോ ആദ്യക്കൊട്ട, എന്റെ ദൈവമേ, അത് പൊക്കിയെടുത്തു. ഓ എന്റെ ദൈവമേ, കൊറേ തിന്നണ്ടേതാ. ഓ ശക്തിമാന്. ഓ മസിലൊന്നും ഇല്ല, കാണിക്കുവാണ്. അവിടെ ഇരുന്ന് അന്നോട്ടെ, ഇനി ഇവിടെ ഇരുന്ന് തിന്നാൻ. എന്തിനാ ഒന്നും ഇല്ലടാ ആദിക്കുട്ടാ. അതെ, ഒരു പനി വന്ന് മസിൽ പോയടാ. എന്നാ ചെയ്യാനത്? അതിന് ഒരു ചാക്കുണ്ടോ ഈ കൂട്? അപ്പൊ അത് അടുത്തതും നമ്മൾ വീതിച്ചോണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ പെട്ടെന്ന് പഴുക്കും ഈ ചൂടത്ത്. പാളയംകോടനാണ്, ചൂടായത് കൊണ്ടും കഴിക്കാൻ നല്ല സുഖമാണ്. അപ്പം നമ്മുടെ പാളയംകോടൻ ഇരിക്കുന്നു. ഇവര് സത്യം പറഞ്ഞാൽ ഒരു 6 മണിക്കല്ലേ നിങ്ങൾ പോയേ? 6 മണിയായപ്പോ ഇവര് പോയതാട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. 7 മണിയായപ്പോഴാ തിരിച്ചു വരുന്നേ. ആ 7 മണിക്ക് രണ്ടുപേരും കൂടെ അവിടെ. അപ്പൊ അതും കൂടെ അത് നമുക്കിനി അവിടെ കൊണ്ടുപോവാടാ. എടുക്കട്ടെ. അതെന്നതാടാ? അതെന്നതാ? ചക്കക്കുരു എന്ന് പറഞ്ഞ് ചക്കക്കുരു വിഴുങ്ങാൻ നോക്കണേ. ചക്കക്കുരു അതിനുള്ളിലേക്ക് ഇട്ടാരെ. അവക്കൂടെ ഒരെണ്ണം പൊടിച്ചു കൊടുത്താൽ അതുകൊണ്ടാ അത് അങ്ങോട്ട് അത് കിട്ടോ. ആണോ? ഒരു താക്കോല് തന്നു, ഒരാളത്തെ പൂട്ടുന്നു, വീടും വരെ പൂട്ടി രാത്രിയായപ്പോ എന്തോ എന്തോ ഉറക്കം വരുന്നുണ്ടോ? ഇപ്പഴും ഉറക്കം വരുന്നു നിനക്ക്? അതിനെ ഉറക്കം വരുന്നേ? ആ വള്ളിയുടെ താത്തിക്കിട്ടെ. ആ താത്തിയിടമ്മേ. എന്നാമി വണ്ടിക്കകത്ത് നിറച്ച സാധനമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പോകാനിറങ്ങിയപ്പോൾ ഒരാൾ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങളിത് വണ്ടിയെ കയറി സർപ്രൈസ് ആയിട്ട് ചെല്ലാനായിട്ടാണ്. താണ്ടി അവിടെ കുറേ സാധനം ഇരിപ്പുണ്ട്, എടുത്ത് മാറ്റുമോ? ഞാനോർത്ത് നീ പുറകിലിരിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ്. പുറകിൽ ബാഗിരുന്ന് ഞാൻ കണ്ടില്ല. എന്തോ പട്ടിയുണ്ടോ? പാമ്പുണ്ട്, പട്ടിയുണ്ട്, എന്ന് വേണ്ട. അപ്പോൾ കേസിന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അവരുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വഴിയിലാണ്. ഇനിയുള്ള കാഴ്ച നമുക്ക് ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണാൻ. ഗേറ്റ് മിക്കവാറും അടഞ്ഞായിരിക്കും കിടക്കുക. കിടക്കുള്ളല്ലോ. ലൈറ്റുകളെല്ലാം കിടപ്പുണ്ട്. അറിയോ? പൂട്ടിയിട്ടിരിക്കുവാണല്ലോ. ഇച്ചായ പൂട്ടി പൂട്ടിയില്ലേ? അത് പൂട്ടിയില്ലേ? പൂട്ടിയിട്ടിരിക്കുവല്ലേ? അല്ല പൂട്ടിയ പിന്നെ എങ്ങനെ തള്ളി തുറക്കുന്നേ? ആഹാ
അവിടെ ചെന്നിട്ട് അപ്പ ഇടാടി മുത്തേ ഉള്ളാനായിരിക്കും. ഓക്കെ ജനലൊക്കെ തുറന്നു കിടക്കുക. ജനലൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഒച്ച കേൾക്കുമായിരിക്കും ചിലത്. ഉണ്ടരുത് കേട്ടോ ആദ്യക്കൂട്ടാ, കിടന്ന് അലറല്ലേ. സർപ്രൈസ് കൊടുക്കാം. ഇനി അങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടാ പിന്നീടാ. മിണ്ടല്ലേ ഇപ്പൊ എല്ലാരെയും അറിയിക്കും. അകത്ത് വെച്ച് ഇവിടെ കേൾക്കാമേ. അകത്തുനിന്ന് സൗണ്ട് ഇവിടെ കേൾക്കാം. പതുക്കെ ഡോർ പതുക്കെ ഡോർ അടയ്ക്കണ്ട. ബാ ഇറങ്ങിയോ, ഒരു പയ്യ ഇറങ്ങിയോ പയ്യ. കുഞ്ഞെ പാടി വേണ്ടല്ലേ, ജനല് തുറന്നിട്ടേക്ക് വേണ്ട സൗണ്ട് കേൾക്കാം. ബാബാ പതുക്കെ ചാരി പതുക്കെ അടക്കല്ല അടക്കല്ല അടക്കല്ല. ബാബാ മിണ്ടല്ലേ മിണ്ടല്ലേ പൊന്നെ. ഇങ്ങോട്ട് നീങ്ങ. കണ്ടുപിടി. അവരുടെ വർത്താനം കേൾക്കുന്നുണ്ടോ? വർത്താനമൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കി കയറണേ. നിക്കടി. നമുക്ക് പിള്ളേരെ വിടാം. അങ്ങനെ വിടാം. ആണോ? കാല് കാണിച്ചേ. ഓയെ കാണിച്ചു കൊടുത്ത് കാല്. ഇത് அப்படி வேணியாയിരുന്നോ? ഇന്ന് ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ആ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവള് പോവാ. ഇവിടെ വന്നു പെട്ടെന്ന് പോവാ. എന്നത്തിനാണോ പോന്നേ? 9:30 ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വാഴ കാണാൻ വേണ്ടി. പിന്നല്ലാതെ മമ്മി അറിഞ്ഞില്ലേ? ടിക്കറ്റോ കാണിക്കാം. ഫോൺ കെട്ടി ഇതിനകത്തുണ്ട്. പിന്നില്ല കാര്യമായിട്ട്. അല്ല മമ്മി പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റിയല്ലോ, എനിക്ക് ചൂടാന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നു. ആണോ? എന്നാ ഈ വീഡിയോ കട്ട് ചെയ്തേക്കാം. എന്നാ വാ, കുറച്ച് സാധനം എടുക്കണ്ടേ? വെറൈറ്റി സാധനങ്ങളാ കാണിച്ചു തരാം. അതുകൊണ്ടാ ആ വെറൈറ്റി സാധനങ്ങളുള്ളതുകൊണ്ടാ ഈ പാതിരാത്രി പോന്നേ കെട്ടിപ്പോ. വാ ഇതെന്നാ പായസം വെച്ചാടി നിങ്ങൾക്ക് വേണ്ടി. പയർ കറിയോ? അതൊക്കെ അത്
ഇത് വാഴയ്ക്ക ഒരു കോല മൊത്തം ഉണ്ട്. മണത്ത് നോക്കാണോ? ഇത് പഴമാണ്. പഴമല്ലേ, പച്ച. ആ അടുത്തത് മാങ്ങായോ? ആണോ? അല്ല ഇവിടുത്തെ തീർന്നാണല്ലോ. തീർന്ന അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളത്. ആ പ്രകാശിപ്പോ അവിടെ ചക്ക ഉണ്ടായിരുന്നോ? ഞങ്ങളെ വിളിച്ചാ മതി വൈകുന്നേരം 6 മണിയായപ്പോ. അപ്പൊ അന്നേരം നമ്മൾ പ്ലാൻ ചെയ്തു, എന്നാ അത് എടുത്ത് ഇതിരെ ഇങ്ങും പോന്നേക്കാന്ന്. ഇല്ലെന്നേ, സിനിമ ബുക്ക് ചെയ്തില്ല, ചുമ്മാ പറഞ്ഞു.